ഈ സ്പോട്ടിൽ 7, 4, 11 വിലപ്പെട്ട ജീവനുകളാണ് പൊലിഞ്ഞിട്ടുള്ളത്. ഈ 4 പിഞ്ചു മക്കളുടെ ജീവൻ ഉൾപ്പെടെ 11 പേരുടെ ജീവന് നഷ്ടമായിട്ടുണ്ട്. ഇനി മേലിൽ അത്തരത്തിലുള്ള ഒരു പ്രശ്നത്തിലേക്ക് പോകാതെ അത്തരം ജീവനുകൾക്ക് ഹാനി വരാതെ സൂക്ഷിക്കണമെങ്കിൽ ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരമാണ് ആവശ്യം. ആ ശാശ്വതമായ പരിഹാരത്തിന് വേണ്ടി മുസ്ലിം യൂത്ത് ലീഗ് നടത്തിയിട്ടുള്ള ഈ ധർമ്മസമരമാണ് ഇവിടെ അധികൃതരുടെ തീർച്ചയായിട്ടും നമ്മൾ നിർദ്ദേശിച്ചിട്ടുള്ളതാണ്. നമ്മുടെ നിർദ്ദേശം നിരന്തരമായി സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. 3 വർഷമായി 2.5 വർഷക്കാലമായി മുസ്ലിം ലീഗ് രാപ്പകൽ സമരം നടത്തിയിട്ടുണ്ട്. പ്രാദേശിക സംവിധാനങ്ങൾ സമരം നടത്തിയിട്ടുണ്ട്. അന്നൊക്കെ സമരം നടത്തിയിട്ട് പരിഹാരം നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇവിടുന്ന് IIT-യുടെ വിദഗ്ധരായ ആളുകൾ ഇവിടെ സന്ദർശനം നടത്തി. MVD കേരളത്തിന്റെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് സന്ദർശനം നടത്തിയിട്ട് പനയമ്പാടം പ്രദേശത്തെ ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരത്തിന് വേണ്ടി 84 ലക്ഷം രൂപയുടെ ഒരു എസ്റ്റിമേറ്റ് മുഖ്യമന്ത്രിയുടെ മേശക്കകത്ത് ഇരുന്നുറങ്ങുകയാണ്. ആ ഉറങ്ങുന്ന ആ റിപ്പോർട്ട് പുനഃപരിശോധിച്ചുകൊണ്ട് ഈ പ്രദേശത്ത് ശാശ്വതമായ പരിഹാരത്തിന് വേണ്ടി ഈ റോഡ് പുനർനിർമ്മിക്കണമെന്നാണ് മുസ്ലിം ലീഗ് ഈ സമരത്തിലൂടെ ആവശ്യപ്പെടുന്നത്. മന്ത്രി കാണാഞ്ഞിട്ടല്ലോ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ ഈ ഒരു 23 വർഷമായിട്ട് ഈ കിടക്കണത്. മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്തിരിക്കുന്ന ഫയൽ നോക്കാൻ എന്തിനാ ട്രാൻസ്പോർട്ട് മന്ത്രി വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ മുമ്പില് ഇത് കിടന്നുറങ്ങാന്ന് പറഞ്ഞല്ലോ. ഇത് 2021 ഇവിടെ രാപ്പകൽ സമരം നടത്തിയാണ് ഞങ്ങള്. നിരന്തരമായ സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ ഈ സമരങ്ങൾ നടത്തുമ്പോ ഇവിടെ ഇങ്ങനെ ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ മാത്രം കണ്ണുറന്നാൽ പോരാ. ഇവിടെ വൺ വേ ഉണ്ടാക്കിക്കൊണ്ട് ഇവിടെ ശാശ്വതമായ പരിഹാരമാണ്. റോഡ് അലൈൻമെന്റ് തന്നെ വലിയ അപാകതകളാണ്. റോഡ് പണിയിൽ തന്നെ വലിയ അപാകതകളാണ്. അത് പരിഹരിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതാ ചെയ്യേണ്ടത്. വെറുതെ ഫയൽ കൂട്ടിയിട്ടൊരു കാര്യമില്ലല്ലോ. അല്ലെങ്കിൽ തന്നെ മുഖ്യമന്ത്രി മേശപ്പുറത്ത് എല്ലാ ഫയലും കൂട്ടിക്കിട്ട് കിടക്കുകയാണ്. എന്ത് പരിപാടി നടക്കുന്നത്? മുഖ്യമന്ത്രി ദേശീയപാത നിർമ്മാണത്തിൽ പാലിക്കേണ്ട സാമാന്യ മര്യാദ പോലും പാലിക്കാതെയാണ് ദേശീയപാത അധികൃതർ ഈ നിർമ്മാണം ആരംഭിച്ചത്. ഇവിടെ ഈ പ്രദേശത്ത് യാതൊരു അപകടവും ഉണ്ടായിരുന്നില്ല. ഈ നിർമ്മാണം നടക്കുന്നതിന് മുമ്പ് ദേശീയപാത നിർമ്മിക്കുമ്പോൾ അതിന്റെ സൌകര്യങ്ങൾ ഈ പ്രദേശത്തുകാർക്കുണ്ടാവണം. അതുപോലെ തന്നെ ഇതിലൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്കുണ്ടാവണം. അതൊന്നും ഉണ്ടായിട്ടില്ല. മാത്രമല്ല ഈ പറയുന്ന ദേശീയപാത അധികൃതർ അന്ന് കൺസൾട്ടൻസിയായിട്ട് സത്ര എന്നൊരു ഏജൻസിയെ ഏൽപ്പിച്ചു. അവർ ഈ സ്ഥലം സന്ദർശിച്ചിട്ടില്ല എന്ന് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ പ്രസ്താവനയെന്ന് ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഈ പ്രദേശം സന്ദർശിക്കാതെ ഈ വിഷയത്തിന്റെ ഡിസൈൻ ഉണ്ടാക്കിക്കൊണ്ട് സത്ര എന്ന കൺസൾട്ടൻസിയാണ് ഇതിൽ യഥാർത്ഥ പ്രതികൾ. ഇവിടെ വന്ന് സന്ദർശിച്ച് ഇവിടെ ഏത് രീതിയിലുള്ള റോഡാണ് അനുയോജ്യം അതിനനുസരിച്ചുള്ള ഡിസൈൻ ഇല്ല. മാത്രമല്ല ആവശ്യമായ ഡ്രെയിനേജ് സൌകര്യമില്ല. 46 കിലോമീറ്ററിൽ 92 കിലോമീറ്റർ ഡ്രെയിനേജ് വേണ്ടെടുത്ത് 18 കിലോമീറ്റർ ഡ്രെയിനേജിന്റെ പ്രൊവിഷൻ മാത്രമാണ് ഈ എസ്റ്റിമേറ്റിൽ ഉണ്ടായിട്ടുള്ളത്. 18 കിലോമീറ്റർ കൊണ്ട് ഈ റോഡ് എങ്ങനെ പണിയും? സാധാരണ ഒരു പഞ്ചായത്ത് റോഡിന് പോലും പാലിക്കേണ്ട മര്യാദ പാലിക്കാതെയാണ് ഈ ദേശീയപാത നിർമ്മിച്ചിട്ടുള്ളത്. അശാസ്ത്രീയമാണ്. അതുകൊണ്ട് പുനർനിർമ്മിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ശാശ്വതമായ പരിഹാരമുണ്ടാവൂ എന്നാണ് മുസ്ലിം ലീഗ് ആവശ്യപ്പെടുന്നത്. നിരന്തര സമരങ്ങളുണ്ടാവും. ഈ സമരം ഒരു സൂചന മാത്രമാണ്. ഇതുകൊണ്ട് ഞങ്ങൾ അവസാനിപ്പിക്കില്ല. ഇതൊരു തുടക്കം മാത്രമാണ്. ഈ സമരം കൊണ്ട് ഇത് ഇവിടെ മന്ത്രി വന്നതുകൊണ്ട് മാത്രമൊന്നും ആയില്ല. ഇതിനു മുമ്പും പല മന്ത്രിമാരും വന്നിട്ടുണ്ട്. അതുകൊണ്ട് കാര്യമില്ല. അടിയന്തര പ്രാധാന്യമായിക്കൊണ്ട് ഈ ഒരു ജീവൻ പൊലിയുമ്പോഴല്ല നോക്കേണ്ടത്. 4 ജീവൻ പൊലിയുമ്പോഴല്ല നോക്കേണ്ടത്. നോക്കേണ്ട സമയത്ത് നോക്കിയിട്ടില്ല. അധികാരികളുടെ കണ്ണുകളിൽ ഈ ഇടപാട് എത്ര കാര്യങ്ങൾ ഇടപെട്ടിട്ടും അത് ഈ നിമിഷം വരെ ഈ കാലം വരെ നിർമ്മാണ ഈ ഹൈറ്റ് നിങ്ങൾ കണ്ടാവും. ഈ ഹൈറ്റ് നിങ്ങൾ കണ്ടാവും. ഇവിടുത്തെ ഈ കുന്ന് ഇങ്ങനെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇതുണ്ടാക്കിയിരുന്നത്. അപ്പൊ തന്നെ നമുക്ക് നോക്കിയാൽ അറിയാവുന്ന കാര്യങ്ങളാണ്. ആരുടെയെങ്കിലും താല്പര്യത്തിന് വഴങ്ങിക്കൊണ്ടാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥ വർഗവും അതുപോലെ അധികാര വർഗങ്ങളും ചെയ്തിട്ടുള്ളത്. അതിന്റെ അപാകതയാണ് ഈ പാവപ്പെട്ട ജനങ്ങളുടെ ഈ കുട്ടികളുടെ ജീവന് എടുക്കാൻ കാരണമായത്. ഇവിടെ ഗവൺമെന്റ് എഞ്ചിനീയർമാർക്ക് പുറമെ ഊരാളുകളുടെ എഞ്ചിനീയർമാരാണ് നടത്തിയത്. അന്ന് അവർക്ക് പരാതി കൊടുക്കുമ്പോൾ എന്തായാലും കടുത്ത സമരം തുടരുമെന്ന് തന്നെയാണ് മുസ്ലിം ലീഗ് നേതൃത്വം പറയുന്നത്. മാത്രമല്ല കോൺഗ്രസ് ഉൾപ്പെടെയുള്ള കക്ഷികളൊക്കെ വലിയ തരത്തിലുള്ള സമരത്തിലേക്ക് തന്നെ കടന്നിരിക്കുന്നു. പ്രത്യേകിച്ച് അശാസ്ത്രീയമായി നിർമ്മിച്ച ഈ റോഡുമായി ബന്ധപ്പെട്ട അവസ്ഥ പല തവണ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണെങ്കിലും ഒരു തരത്തിലുള്ള നടപടിയും ഉണ്ടായിട്ടില്ല. ഇന്നിപ്പോൾ ഗതാഗത മന്ത്രി വരുന്നതിനെയും അത്ര ശുഭസൂചനയോടെയല്ല അവർ കാണുന്നത്. നേരത്തെയും പല മന്ത്രിമാരും വന്നിട്ടുണ്ട്. ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകുന്നതുവരെ പിന്മാറില്ല എന്നുള്ള ഉറച്ച നിലപാടിൽ തന്നെയാണ് അവരുടെ പ്രതിഷേധങ്ങൾ നടക്കുന്നത്. ടി
നന്ദഗോപാൽ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. നന്ദഗോപാൽ, ഇന്നിപ്പോൾ ഗതാഗത മന്ത്രി അവിടേക്ക് എത്താൻ പോകുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഈ പ്രതിഷേധം കടുത്തിരിക്കുന്നത്. സമരക്കാർ അവരുടെ നിലപാട് വ്യക്തമാക്കുന്നു. പ്രത്യേകിച്ച് മന്ത്രി എത്തുമ്പോൾ സുരക്ഷ ഒരുക്കേണ്ടതിന്റെ ഭാഗമായി ഇവരെയൊക്കെ അവിടെ നിന്ന് നീക്കേണ്ടതുണ്ട് പോലീസിന്. അത് സാധ്യമാകുന്നുണ്ടോ? മന്ത്രി എപ്പോഴെത്തിച്ചേരും? മന്ത്രി ഏതാണ്ട് ഒരു അല്പസമയത്തിനകം തന്നെ ഇങ്ങോട്ട് എത്തും എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. ഈ ഒരു സമയത്ത് തന്നെയാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു വശത്ത് നിരാഹാര സമരവും യൂത്ത് ലീഗിന്റെ സമീപത്ത് നിന്നും ഒരു വശത്ത് ഈ ഒരു റോഡ് ഉപരോധ സമരവും നടക്കുന്നത്. അതായത് ശക്തമായ പ്രതിഷേധങ്ങളാണ് ഈ ഒരു വിഷയത്തിൽ ഇവിടെ നടക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോഴും പോലീസൊക്കെ തന്നെ ഇവിടെ തുടരുന്നുണ്ട്. യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ പൂർണ്ണമായും ഇവിടെ നിന്നും പിരിഞ്ഞു പോയിട്ടില്ല. നിലവിൽ അവർ ഉപരോധ സമരത്തിൽ നിന്നും പിന്മാറിയിട്ടുണ്ടെങ്കിൽ പോലും പ്രതിഷേധവുമായി ഇവിടെ തന്നെ തുടരുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ മന്ത്രി എത്തുന്ന സമയത്ത് ഇവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതിഷേധം ഉണ്ടാകുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനിയിപ്പോൾ ഈ രാഷ്ട്രീയ പാർട്ടികൾ പ്രതിഷേധവുമായി എത്തിയില്ലെങ്കിൽ പോലും നാട്ടുകാർ വലിയ രോഷത്തിലാണ്. അപ്പോൾ മന്ത്രിയും മറ്റു ഉദ്യോഗസ്ഥരുമൊക്കെ ഇങ്ങോട്ട് എത്തുന്ന സമയത്ത് സ്വാഭാവികമായും നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഒരു പ്രതിഷേധം ഉണ്ടാകും എന്നുള്ളതാണ്. ഇന്നലെ ഈ ഒരു അപകടം നടന്നതിന് പിന്നാലെ തന്നെ നമ്മൾ അത് കൃത്യമായി നമ്മൾ കണ്ടതാണ്. നാട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ള ഒരു പരാതിയും അവരുടെ രോഷപ്രകടനമൊക്കെ. അപ്പോൾ സ്വാഭാവികമായും ബന്ധപ്പെട്ട ആളുകൾ ഇങ്ങോട്ട് എത്തുന്ന സമയത്ത് വീണ്ടും ഒരു പ്രതിഷേധത്തിനുള്ള സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ല. നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ ഒരു റോഡ്, ഇവിടെയാണ് പ്രധാനമായും ഒരു അശാസ്ത്രീയത നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നത്. അതായത് ഈ റോഡ് നിർമ്മിച്ചിരിക്കുന്നത് തീർത്തും അശാസ്ത്രീയമായാണ്. ഒരു വശത്തേക്ക് ഉയർന്നും ഒരു വശത്തേക്ക് താഴ്ന്നും ആണ് ഈ റോഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ വേഗ നിയന്ത്രണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ MVDക്ക് റിപ്പോർട്ട് ലഭിച്ചിരുന്നു. പക്ഷേ ഇതൊന്നും പാലിക്കാൻ ആരും തയ്യാറായില്ല എന്നുള്ളതാണ് പറയുന്നത്. പെട്ടെന്ന് ഒരു ലോറിയൊക്കെ വരുമ്പോൾ ഇതിന്റെ ഡ്രൈവർമാർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുന്ന തരത്തിൽ ഈ റോഡിന്റെ നിർമ്മാണം നടത്തിയിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ വലിയ അപകടങ്ങൾക്ക് കാരണമാകും എന്നുള്ളത് നാട്ടുകാർ നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു. പക്ഷേ അധികൃതരൊന്നും ഒരു ചെറുവിരൽ പോലും അനക്കാൻ തയ്യാറായില്ല. ഇപ്പോൾ ഈ വലിയ രീതിയിലുള്ള നീക്കങ്ങൾ അധികൃതരുടെ ഭാഗത്തു നിന്നും, അതായത് മന്ത്രി ഉൾപ്പെടെ ഇവിടെ സന്ദർശിക്കുന്നു, ഒരു പ്രത്യേക വിഭാഗം ഉദ്യോഗസ്ഥർ ഇവിടെ സന്ദർശിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് നാട്ടുകാർക്ക് സന്തോഷത്തിനുപരി ഒരു ആശ്വാസത്തിനുപരി വലിയ പ്രതിഷേധമാണ് ഉണ്ടാകുന്നത്. അതായത് വലിയ ദുരന്തം ഉണ്ടാകാൻ വേണ്ടി കാത്തിരുന്നത് പോലെ അധികൃതർ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് നാട്ടുകാർ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത്. നേരത്തെ തന്നെ ഈ ഒരു രീതി അധികൃതരൊക്കെ നേരത്തെ തന്നെ ഇങ്ങനെ ഇവിടെ എത്തി നാട്ടുകാരുടെ പരാതിക്ക് ആവശ്യമായ പരിഹാര നടപടികൾ കണ്ടെത്തിയിരുന്നുവെങ്കിൽ ഈ ദുരന്തം ഒഴിവാക്കാമായിരുന്നു എന്നുള്ളതാണ് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നത്. ഏതായാലും നിലവിൽ ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രവർത്തകരും ഒപ്പം തന്നെ യൂത്ത് ലീഗിന്റെ പ്രവർത്തകരും സ്ഥലത്ത് തുടരുകയാണ്. അല്പസമയത്തിനകം തന്നെ മന്ത്രി ഇങ്ങോട്ട് എത്തും എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്.